പുറത്തു നിന്നുള്ള ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് അലർജി മാറ്റാൻ പറ്റുമോ? ഹായ്, ഞാൻ ഡോക്ടർ ശ്രീജോയ് ഗംഗാധർ, കൺസൾട്ടൻറ്റ് ഹോമിയോപ്പതാണ്. നമ്മൾ പലപ്പോഴും അലർജി ആയിട്ട് വരുന്നവർ വന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് പല ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ പറയും പുറത്തുനിന്നുള്ള, അതായത് ജലദോഷം വരാണ്ട് നോക്കുക, അല്ലെങ്കിൽ പുറത്തധികം പോവാണ്ടിരിക്കുക, ചെറിയ പൊടിയുള്ള സ്ഥലത്ത് പോലും പോവാണ്ടിരിക്കുക എന്നൊക്കെ പറയും. അല്ലെങ്കിൽ തണുത്തത് വെള്ളത്തിൽ തല കുളിക്കാണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ ശരിക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതൊക്കെ ഒരു പ്രൊഡക്ട്സാണ്. അത് നമ്മളിപ്പം ഒരു പേര്, ഒരു അലർജിയുള്ള ഒരാളും അലർജി ഇല്ലാത്ത ഒരാളും നടന്നു പോകുമ്പോൾ അലർജി ഉള്ള ആൾക്ക് അലർജി പിടിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയും മറ്റേ ആൾക്കത് അലർജി ഒന്നും വരാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ അലർജി ഉള്ളയാളുടെ ബോഡിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണിത് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അലർജി, അതായത് പുറത്തുള്ള ഫാക്ടേഴ്സിനെയല്ല, നമ്മുടെ ഉള്ളിൽ എന്താണ് ഡിഫക്റ്റ് അത് കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ജലദോഷം, ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് ജലദോഷം വരിക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തുമ്മൽ വരിക, അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വരിക, ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ വരുമ്പോൾ അതിൻ്റെ മിക്കവാറും കാരണമാണ് കണ്ടെത്തേണ്ടത്. മിക്കവാറും അത് മൂക്കിൽ ഒന്നിക്കിൽ നെയ്സൽ പോളിപ്പ്, അതായത് ദശവളരുക എന്ന് പറയുന്ന കംപ്ലയിൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹൈപ്പർട്രോഫിഡ് നെയ്സൽ കോങ്കേ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ DNS എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാവും. ഇതൊക്കെ കൊണ്ട് കഫം കെട്ടിയിട്ട് അല്ലെങ്കിൽ മൂക്കടഞ്ഞിട്ട് അതുകൊണ്ടുണ്ടാകുന്ന അലർജി കണ്ടീഷൻസ് ആയിരിക്കും മിക്കവാറും ഈ നെയ്സൽ അലർജിക്ക് അല്ലെങ്കിൽ റെസ്പിറേറ്ററി കംപ്ലയിൻറ്റിന് മെയിൻ കാരണം. അടുത്തത് ബ്ലഡ് അലർജി അല്ലെങ്കിൽ സ്കിൻ അലർജി എന്ന് പറയുന്നതിൽ മിക്കവാറും അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒന്നുകിൽ ഈസിനോഫിൽസ്, അല്ലെങ്കിൽ ലിംഫോസൈറ്റ്സ്, അല്ലെങ്കിൽ ന്യൂട്രോഫിൽസ്, ഇതിൻ്റെ പ്രപ്പോർഷൻസ് ഉണ്ട്, അതായത് ഡിഫറൻഷ്യൽ കൗണ്ട് എന്ന് പറയും, അതിൽ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ വേരിയേഷൻസ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വൈറ്റമിൻ D, ഫെറിറ്റിൻ, ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് അലർജിയോ സ്കിൻ അലർജിയോ നമുക്ക് കംപ്ലീറ്റ് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നെ അടുത്തത് വയറ്റിൽ നമ്മളെന്തെങ്കിലും പുറത്തുനിന്നുള്ള ഒരു ഭക്ഷണം, സാധാരണ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം തന്നെ കഴിച്ചാലും പലർക്കും അലർജി ആയിട്ട് മാറുന്നത് കാണാം. അതിൻ്റെ ഫലമായിട്ട് ഈ IBS പോലത്തെ കംപ്ലയിൻറ്റ്, അല്ലെങ്കിൽ ഈ സീലിയാക് ഡിസീസസ്, അതായത് വയറ്റിലുള്ള പല ഇൻഫ്ലമേറ്ററി ഡിസീസും ഉണ്ടാകുന്നു. അതിന് കാരണം ഈ വയറ്റിലുള്ള മാലബ്സോർപ്ഷൻ എന്ന് പറയുന്നതാണ്. അതിനൊരു കാരണവും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും, അതുപോലെ തന്നെ ഈ ഇൻഫ്ലമേഷനുമാണ്. അപ്പോൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള മെഡിസിൻസും വൈറ്റമിൻ്റെ അബ്സോർപ്ഷൻ കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസും കൊടുത്തു കഴിഞ്ഞാൽ ഈ വയറ്റിലുണ്ടാകുന്ന അലർജി കണ്ടീഷൻസും പൂർണ്ണമായും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അലർജി എന്ന് പറയുന്നത് നമുക്ക് മാറ്റിയെടുക്കാനാണ് വേണ്ടതെങ്കിൽ അലർജൻസിനെ അല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ബോഡിയെ തന്നെ ഇമ്മ്യൂൺ ചെയ്തുകൊണ്ട്, നമ്മുടെ ബോഡിയുടെ പ്രതിരോധ മെക്കാനിസം കൂട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്തോളജി ഉള്ളിലുണ്ടെങ്കിൽ അത് മാറ്റിക്കൊണ്ട് നമുക്ക് അലർജി എന്ന് പറയുന്ന കണ്ടീഷൻസിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. സപ്രസ്